അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രചന വീണ്ടും ആദ്യയോട് ഇങ്ങനെ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് പറയുന്നു, നീ ഒന്ന് പിന്നെ ചിപ്പിയെ വിളിക്കാൻ പറയുന്നു. അപ്പോൾ പറയുന്നത് അത് വേണ്ട, മഹേഷിൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ആദ്യം ചിപ്പിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അപ്പോൾ കോൾ എടുക്കത്തില്ല. അപ്പോൾ രചന ഉടനെ പറയും, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മഹേഷിനെ അല്ലെങ്കിൽ ഇഷിതാമ്മയെ ആരെങ്കിലും വിളിക്കുക. അങ്ങനെ മഹേഷിനെ വിളിക്കുകയാണ്. അപ്പോൾ ചിപ്പിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ആദ്യം രചനയോട് പറയും. അപ്പോൾ രചന ഇവിടെ കിടന്ന് ഭയങ്കര തകർത്ത അഭിനയമാണ്, ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഇതൊക്കെ മഹേഷ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ചിപ്പിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് ചിപ്പിയുടെ കൊടുക്കില്ല, അവിടെ സ്പീക്കറിലിട്ടിട്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് മഹേഷിനെ തിരിഞ്ഞ് ചിപ്പിമോൾ നോക്കുക. അപ്പോൾ മഹേഷ് എന്ത് ചെയ്യും, വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് നമ്മുടെ ചിപ്പി ആദ്യയോടെ എല്ലാ കാര്യങ്ങളും പറയുന്നു. മഞ്ജുമാൻ്റെ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചിപ്പിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഇഷിത വരുന്നു. അങ്ങനെ ഇഷിത ഇഞ്ചക്ഷനൊക്കെ കൊടുത്തതിന് ശേഷം മോൾ ഉറങ്ങുകയാണ്. അപ്പം മഹേഷിനോട് പറയും, മഹേഷ് പോയിട്ട് വന്നോളൂ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് വാന്ന് പറയും. അപ്പോൾ മഹേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഇഷിത ചോദിക്കുക, എന്താ മഹേഷ് പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ മഹേഷ് പറയും, ദൈവമായിട്ട് സംഭവിച്ചതൊന്നുമല്ല, നമ്മൾ ടൂറ് പോകാതിരിക്കാൻ മഞ്ജുമേച്ചിയാണ് മോളുടെ അടുത്ത് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ മോൾ ഓടുന്ന സമയത്ത് സംഭവിച്ചതാണെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇഷിതയ്ക്കും അതിതാവും. മഹേഷ് അങ്ങനെ മീറ്റിങ്ങിന് പോവുകയാണ്. പിന്നെയാണ് ഈ കാണിക്കുന്നത്, നമ്മുടെ രചന വലിയ ആൾ കളിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ വന്നിട്ട് അപ്പം നമ്മുടെ ചിപ്പിമോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇഷിത അപ്പുറത്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ചിപ്പിമോൾ ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് ചിപ്പിമോളുടെ പുതപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് ഭയങ്കര അഭിനയം അങ്ങ് തുടങ്ങും. അപ്പോഴത്തേനാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പറയും, നീ കാരണം എൻ്റെ മോളിങ്ങനെ ആയെന്ന് ഇഷിതേനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ചിപ്പിമോളാണ് നല്ല ഉറക്കം. ഇഷിതയ്ക്ക് ആകെ വിഷമമാകുന്നു. കാരണം ഇഷിതയ്ക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്നിപ്പം. അപ്പോൾ ഇഷിത തിരിച്ചൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇത് പിന്നീട് മോൾ എഴുന്നേക്കുന്നു. അപ്പം മോൾ തന്നെ നമ്മുടെ രജനോട് പറയും, എൻ്റെ അമ്മ കാരണമൊന്നുമല്ല ഇങ്ങനെ സംഭവിച്ചത്, മഞ്ജുമാൻ്റെ കാരണമാണ്, അതിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് എനിക്കറിയാം എന്നുള്ള കാര്യം അന്നേരം തന്നെ ഈ ചിപ്പിമോൾ പറയുകയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും കാരണം എന്ന് പറയുന്നു. കാരണം എൻ്റെ അമ്മയെ വിളിക്കുന്നത്, എൻ്റെ അമ്മയെ മഞ്ജുമേച്ചി വിളിക്കുന്നത് മഞ്ജുമാപ്പ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഡാഡിയുടെ ടൂർ മുടക്കാൻ നിങ്ങളാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നുള്ള രീതിയിൽ പറയും. ഇത് കേട്ട് രചനയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഇഷിതയും തിരിച്ച് പറയുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.